ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ഇവിടെയാണ്. കാര്യം ഒരു 2 മണിക്കൂറിനടുത്ത് ഉറങ്ങിയിട്ടുള്ളൂ. എന്നാലും നല്ല ആഴമേറിയ ഉറക്കമായിരുന്നു. കണ്ണടച്ചതും കണ്ണ് തുറന്നതും മാത്രമേ ഓർമ്മയുള്ളൂ. അതിരാവിലെ ഈ തീക്കനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുതിയ അതിഥികൾ വന്നു, ഞാൻ വഴിമാറി കൊടുത്തു. ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയവരൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. പക്ഷെ പാലത്തിലൂടെ ഉള്ള ആൾക്കാരുടെ ഒഴുക്ക് കണ്ടിട്ട് തന്നെ അത്ഭുതം തോന്നുന്നു. ഈ നടന്നു പോകുന്ന ആൾക്കാർക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമുള്ളൂ: ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം കഴിക്കുക. കുംഭമേളയുടെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ ത്രിവേണി സ്നാനം. ഞങ്ങളും ആ ലക്ഷ്യത്തിലേക്ക് നടന്നു. കർണാടകയിൽ നിന്നുള്ള വിനോദ് ഭയ്യയും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 5 അംഗ ചെറു സംഘമായിട്ട് മാറി. കച്ചവടക്കാരൊക്കെ അതിരാവിലെ തന്നെ സജീവമായിട്ടുണ്ട്. പൊടിപടലവും മഞ്ഞും ഉദയസൂര്യന്റെ പൊൻകിരണങ്ങളും അന്തരീക്ഷത്തെ മനോഹരമാക്കുന്നു. സ്വർണ്ണ നിറം പടർന്ന ആകാശത്തിന് കീഴെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തിന് നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ കടന്നു പോകുന്ന പാലത്തിന് സമാന്തരമായിട്ടുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. തിരക്ക് ഇന്നലത്തേതിനേക്കാൾ ഒരുപാട് അധികമാണ്. അങ്ങ് ദൂരെ കോൺക്രീറ്റ് പാലവും റെയിൽവേ പാലവും കടന്നു പോകുന്നു. എന്ത് ഭീമാകാരനായിട്ടുള്ള പാലാണ്! അത്രമാത്രം വലിപ്പമുണ്ട് ഗംഗാ നദി. കാര്യമായിട്ട് വലിയ ആഴമില്ലാന്ന് തോന്നുമെങ്കിലും നല്ല ചെളിയാണ്, നല്ല ഒഴുക്കുമുണ്ട്. ഇന്നലെ രാത്രി ഇത്ര ഒഴുക്കുണ്ടായിരുന്നില്ല. മുങ്ങിക്കപ്പലുകൾ നിരത്തിയിട്ടിരിക്കുന്ന പോലെയാണ് പാലം പണിതിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു പോകുന്ന താൽക്കാലിക പാലം ഇതായിരിക്കും. ഇടയ്ക്ക് ചെറിയ തുരുത്ത് പോലെ മണ്ണ് തെളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പോലെ ചെറിയ ചെറിയ പച്ചപ്പ് എവിടെയും കാണാനില്ല. അപ്പുറത്തെ പാലത്തിലൂടെയും ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. കുംഭമേളയുടെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഹൃദയഭാഗം എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അതിന് സമാനമായിട്ടുള്ള ചടങ്ങാണ് ഈ സ്നാനം. മുജ്ജന്മ പാപങ്ങൾ വരെ ഈ സമയത്തെ സ്നാനം കൊണ്ട് കഴുകിക്കളയാനാകുമെന്നാണ് വിശ്വാസം. അങ്ങ് ദൂരെ പാലത്തിന്റെ ഇരു കരകളിലുമായിട്ട് കാണുന്നതാണ് സ്നാനഘട്ട്. ഇതുപോലെ ഒട്ടനവധി സ്നാനഘട്ടുകളുണ്ട്. ത്രിവേണി സംഗമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നദികളുടെ സംഗമമാണ്: ഗംഗ, യമുന, സരസ്വതി. ഗംഗയും യമുനയും കരയിലൂടെ ഒഴുകുമ്പോൾ സരസ്വതി നദി ഭൂമിയുടെ അടിയിലൂടെയാണ് ഒഴുകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാഴ്ചയിൽ 2 നദികളാണ് ഉള്ളുവെങ്കിലും സരസ്വതി നദിയും ഇവിടെ സംഗമിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോടിക്കണക്കിന് ആളുകൾ പുണ്യസ്നാനം ചെയ്യുന്ന ഘട്ടുകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. കുംഭമേളയുടെ തിരക്കെന്താണെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. തീരത്ത് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി സംരക്ഷിത വേലി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബോട്ടുകളിൽ ലൈഫ് ഗാർഡുമാർ സജീവമാണ്. ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം 2ആയി മാറ്റപ്പെടുകയാണ്: സ്നാനത്തിന് മുമ്പും സ്നാനത്തിന് ശേഷവും. ഈ ഒരു ഒറ്റ ചിത്രം മതിയായിരിക്കും കുംഭമേളയുടെ തിരക്ക് മനസ്സിലാകാൻ. അങ്ങ് പാലത്തിലൂടെ നിരയായി ആളുകൾ നടന്നു പോകുന്നു. ഇങ്ങ് കരയിലാണെങ്കിലോ പൂഴി വാരിയിട്ടാൽ പോലും തറയിൽ വീഴാത്ത തിരക്ക്. ഇരു കരകളും ആളുകളെ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുകയാണ്. വേറെ ഒന്നും കാണാനില്ല. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ഘാട്ടിലാണ് സ്നാനം നടത്തുന്നത്. ഇത്ര വലിയ തിരക്കിനിടയിലേക്ക് ഇറങ്ങണ്ട, കുറച്ചു നേരം ക്ഷമിക്കാൻ തീരുമാനിച്ചു. അവിടെയുള്ള കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും എന്തോ തരത്തിലുള്ളൊരു ബർഗർ പ്രാതലായി കഴിച്ചു. സ്നാനഘട്ടിനോട് ചേർന്ന് ഒരുപാട് കച്ചവടക്കാര് തമ്പടിച്ചിട്ടുണ്ട്. ടെന്റ് കിട്ടാത്ത ചില ബാബമാര് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ഇതൊരു കച്ചവട കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും കടകളുണ്ട്. വെള്ളം വിൽക്കുന്നവര്, സർക്കസ് കളിക്കുന്നവര്, ഒരുപാട് ആളുകൾ അതിന് ചുറ്റും കൂടി ഇന്ന് കാണുന്നുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ചധികം ആൾക്കാർ ഗംഗാ സ്നാനത്തിന് ശേഷം നനഞ്ഞ തുണി ഉണക്കുന്നുമുണ്ട്. ഇവിടെയൊക്കെ നിലത്ത് ഒരു മെത്ത പോലെ വൈക്കോല് വിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പൊടി കാര്യമായിട്ട് കാലിൽ കൊള്ളില്ല. ആൾക്കാർക്ക് വിശ്വസിച്ച് അവിടെ കിടക്കോ ഇരിക്കോ ഒക്കെ ചെയ്യാം. ഈ ആൾക്കൂട്ട കാഴ്ചകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കി തന്നത് ഈ കാണുന്ന സഹോദരന്മാരാണ്. അവർക്ക് നന്ദി. ആദിശങ്കരൻ തുടക്കമിട്ട കോടിക്കണക്കിന് ആളുകൾ സ്നാനം നടത്തുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏത് ഘാട്ടിൽ മുങ്ങുന്നതും ത്രിവേണി സംഗമത്തിൽ മുങ്ങുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതാ അങ്ങ് ദൂരെ കൊടിവച്ച ബോട്ടുകൾ നിൽക്കുന്ന സ്ഥലം കാണുന്നില്ലേ? അവിടെയാണ് യഥാർത്ഥ ത്രിവേണി സംഗമം. 3 നദികൾ ഒന്നാകുന്നത് അവിടെയാണ്. 2 നിറത്തിലുള്ള ഗംഗയും യമുനയും വ്യത്യസ്ത നിറങ്ങളിൽ ഒത്തുചേരുന്നത് ബോട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാനാകും. ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ഗംഗാ സ്നാനത്തിന് ഇറങ്ങാൻ. അത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ആളുകൾ ഈ നദിയിൽ മുങ്ങുന്നത്. വിശ്വാസപ്രകാരം മുങ്ങുന്ന മനുഷ്യനും പൊങ്ങുന്ന മനുഷ്യനും 2 ആളുകളാണ്. കുരുതേ ഗംഗാ സാഗരഗമനം വ്രത പരിപാലനമഥവാദാനം
ജ്ഞാനവിഹീനം സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. ഗംഗയിൽ മുങ്ങിയിട്ടോ വ്രതങ്ങൾ ആചരിച്ചിട്ടോ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടോ ഇവയെല്ലാം ഒരുമിച്ച് ചെയ്താലും ആത്മജ്ഞാനം ഇല്ലാത്തൊരാൾ 100 ജന്മം ജനിച്ചാലും മോക്ഷം നേടാൻ കഴിയില്ല. ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ യാത്രയും സ്നാനവും എല്ലാം എനിക്ക് ഓരോ അനുഭവങ്ങളാണ്. എൻ്റെ അനുഭവങ്ങളാണ് ആത്മജ്ഞാനത്തിലേക്ക് എന്നെ ഉറപ്പായിട്ട് നയിക്കുക. ത്രിവേണി സംഗമത്തിൽ മുങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഴയ പാപങ്ങളൊക്കെ പോയി. ഇത് നല്ലൊരു തുടക്കമാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇതോടുകൂടി തന്നെ അങ്ങ് തീരട്ടെ. ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇനി പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. കുംഭമേള നഗരിയെ ചുറ്റി കാണണം. ഈ തേങ്ങയും പൂക്കളും പട്ടും ചന്ദനത്തിരിയും എല്ലാം ത്രിവേണി സംഗമത്തിൽ അർപ്പിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഒരു വലിയ വിപണിയായിട്ട് തീരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പല നിറത്തിലുള്ള കുങ്കുമത്തിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. കാഴ്ചയിലും ഗുണത്തിലും ഒരു സാധാരണ കുങ്കുമമാണെങ്കിലും ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നത് വാങ്ങിയ സ്ഥലമാണ്. മഹാകുംഭമേള നടക്കുന്ന ത്രിവേണി സംഗമത്തിന്റെ തീരത്ത് നിന്ന് തിരക്ക് കൂടി വരുന്നുണ്ട്. വിശാലമായിട്ടുള്ള മുങ്ങി കുളി കഴിഞ്ഞതുകൊണ്ട് മൊത്തത്തിലൊരു ഉഷാറുണ്ട്. ഇവിടെ ഒരു വഴി കണ്ടുപിടിക്കാനാണ് ഏറ്റവും പ്രയാസം. എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെയാണ്. ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോവാന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ഇവിടെ കെട്ടിയടച്ചിരിക്കുന്ന വഴി പൊളിച്ച ശേഷം ആളുകൾ അതിലൂടെ കടക്കുവാണ്. ഞങ്ങൾക്കും കടക്കാതെ വേറെ നിവൃത്തിയില്ല. കാരണം വേറെ ഏതാ വഴി എന്ന് പോലും ഒരു ഐഡിയ കിട്ടണില്ല. ഇതിനിടയിൽ ആദ്യത്തിനെ കാണാണ്ട് പോയി. അവനെ തപ്പി ഞങ്ങൾ 4 പേരും കൂടെ നടക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് അവൻ എത്തിക്കൊള്ളാന്ന് പറഞ്ഞു. മണലി താന്നു പോയിട്ടുള്ള ഒരു ബസ്സിനെ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഈ പട്ടാളക്കാർ. ഇതുപോലെ വണ്ടികൾ മണലി താന്നു പോകാതിരിക്കാനായിട്ടാണ് ഇരുമ്പിന്റെ വലിയ പ്ലേറ്റുകൾ റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. 3 വശത്തു നിന്നും ഉഷാറായിട്ട് തന്നെ പട്ടാളക്കാർ തള്ളാൻ ശ്രമിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ആരും തന്നെ അടുക്കാൻ താല്പര്യം കാണിക്കണില്ല. ഞാൻ പിന്നെ അറിയാത്ത ഭാഷയിൽ പോയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. മണലിൽ താണിരിക്കുന്ന ടയറിന്റെ അടിയിലേക്ക് നീളത്തിലാണ്, എന്നാൽ അതിനെ കുറുകെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗ്രിപ്പ് കിട്ടിയേനെ. ഇവര് അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള ITBP BSF മറ്റോ ആണ്. തോറ്റു കൊടുക്കാൻ അവരെന്തായാലും തയ്യാറാകുന്നില്ല. മണലിൽ പൂണ്ട് കിടക്കുന്ന ടയറ് വേണ്ടത്ര നിലത്ത് മുട്ടാത്ത രീതിയിൽ ചെരിച്ചു പിടിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി തള്ളുന്നത്. ഇത്തവണ എന്തായാലും വണ്ടി കയറും എന്ന് വിചാരിച്ചതാ. പക്ഷേ രക്ഷയില്ല. മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ക്രെയിൻ കെട്ടി വലിക്കുകയല്ലാതെ വേറെ നിർവാഹമൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ 48 50 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കും ഇവർ. പകരം മറ്റൊരു വണ്ടി വന്ന് ഇവരെ മെസ്സിലെത്തിച്ചെങ്കിലായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് ഭക്ഷണം പോലും കിട്ടാൻ സാധ്യതയുള്ളൂ. എങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല കൂളാണ്. ആരും അങ്ങനെ ടെൻഷനൊന്നും അടിച്ചിട്ടില്ല. ഈ ലഗേജുമായിട്ട് വന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇത്രയും ദൂരത്ത് ഇത്രയും സമയം ഈ ബാഗും കൊണ്ട് നടക്കുന്നത് ഈ യാത്രയെ തന്നെ മടുപ്പിക്കും. ആദിത്യൻ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നോളാന്ന് പറഞ്ഞു. ആ സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് ബ്രെഡ് ഏതോ മാവിൽ മുക്കി പൊരിച്ചതും ഒരു ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ ബ്രെഡ് റോസ്റ്റ് തന്നെ, പക്ഷേ നെയ്യപ്പത്തിന്റെ ഒരു ടേസ്റ്റ് പോലും എനിക്ക് ഫീൽ ചെയ്തു. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചായയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പിനെ മാറ്റിക്കൊണ്ട് നല്ല ഇളം വെയിലിന്റെ ചൂടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചായ, ചെറിയ ഗ്ലാസ്സാണ്. ഇവിടുത്തെ 4 ചായക്ക് തുല്യമാണ് നാട്ടിലെ ഒരു ചായ. തയ്യാറാക്കി വെച്ചിട്ടുള്ള ചായ ഒന്ന് ചൂടാക്കി തരുന്നു. ഒരു തരി ചായപ്പൊടി പോലും ചായയിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അരിക്കുന്നുണ്ട്. ഒരു പാവം മനുഷ്യൻ. ശരിക്കും കുംഭമേള കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യർക്കാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം കിട്ടുന്നത് ഒരു പക്ഷേ ഈ കുംഭമേളയിൽ നടത്തിയ കച്ചവടത്തിന്റെ ലാഭമായിരിക്കും. 2025 ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ളത് ഈ ചായ കച്ചവടത്തിലും ആയിരിക്കും. 4 ഗ്ലാസുകളിൽ പകർന്നു വെച്ചിരിക്കുന്ന ചായ ഓരോരുത്തരായിട്ട് ചെന്ന് ഏറ്റുവാങ്ങി. കാണാതെ പോയ കുഞ്ഞാടായിട്ടുള്ള ആദിത്യന് ഞങ്ങളെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും അവൻ നിൽക്കുന്ന ലൊക്കേഷൻ തപ്പി ഞങ്ങൾ നടപ്പാരംഭിച്ചു. വളരെ കുറച്ച് ദൂരം മാത്രമാണ് നടന്നെത്താനുള്ളൂ. പക്ഷേ ഈ ആളുകളുടെ ഇടയിലൂടെ നടന്നെത്തുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. എവിടെയാണ് വഴിയെന്ന് പോലും അറിയാത്ത രീതിയിലാണ് തിരക്ക്. എൻ്റെ കാഴ്ചയ്ക്ക് എത്താവുന്നിടത്തോളം ദൂരം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 4 വശത്തും സമാനമായിട്ടുള്ള തിരക്കാണ്. ആളുകളുടെ തലകൾ മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. ശരീരം കാണാനാകാത്ത വിധത്തിലുള്ള തിരക്കാണ്. സംഗമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് എൻ്റെ കൺമുന്നിൽ എനിക്ക് കാണാനാകുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഇങ്ങനെ ഒത്തുചേരുന്നത്. ആരെങ്കിലും ഒരാളൊരു ബാരിക്കേഡ് തകർത്ത് എളുപ്പവഴി കണ്ടെത്തിയാൽ പിന്നെ എല്ലാവരും ആ വഴി തന്നെയായിരിക്കും പോവുക. അതിൻ്റെയാണ് ഈ തിരക്ക് കാണുന്നത്. കുംഭമേളയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നാണ്
ഈ പെൺകുട്ടികളെ കൊണ്ട് ഒറ്റക്കയറിലൂടെ നടത്തിച്ച് അഭ്യാസം കാണിക്കുന്ന രീതി. ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സമയമായിരിക്കും അവർ പരിശീലിച്ചിട്ടുണ്ടായിരിക്കുക? എത്ര തവണ അതിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടാവും? എത്ര മൃഗീയമായിട്ടായിരിക്കും ഇത് പഠിപ്പിക്കുന്ന ആള് പെരുമാറിയിട്ടുണ്ടാവുക? ആ പെൺകുട്ടിയുടെ കുടുംബം മൊത്തം താഴെ ഇരിക്കുന്നുണ്ട്. 2-3 കുട്ടികളെ അവിടെ കാണാം. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പാവങ്ങൾ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തേനെ. മുന്നോട്ട് തന്നെ നടന്നു. കർണാടകക്കാരൻ പയ്യ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ 3 പേരും അത് കഴിച്ചും അദ്ദേഹത്തെ സഹായിച്ചു. ഈയിടെ ഏറെ പ്രശസ്തമായിട്ടുള്ള നീമിന്റെ തണ്ടാണത്. പല്ല് തേക്കാനായിട്ടാണ് അവരിവിടെ ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു തണ്ട് കച്ചവടം ചെയ്ത് മാത്രം ഒരു ദിവസം 8,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. ആദ്യത്തിനെ അന്വേഷിച്ച് മറ്റൊരു സ്നാനഘട്ടിന്റെ അടുത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അടയാളം പറയാനായിട്ട് നമ്പറുള്ള പോസ്റ്റിന്റെ അടിയിലേക്ക് തന്നെ മാറിയിരുന്നു. 4 വശവും മറച്ചിട്ടുള്ള ഈ താൽക്കാലിക ഷെഡുകളാണ് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത്. ഒരുപാട് നീങ്ങിയിട്ടുള്ള ഘട്ടമായതുകൊണ്ടായിരിക്കാം ഇവിടെ അത്രമാത്രം വലിയ തിരക്കില്ല. ത്രിവേണി സംഗമത്തോട് ചേർന്നുള്ള ഘട്ടുകളിൽ തിരക്ക് നല്ലോണം ഉണ്ടായിരിക്കും. ഒരു നിരയിൽ ഭിക്ഷാടകർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെയും ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാഴ്ച. ആരും ഇവർക്ക് കാര്യമായിട്ട് പൈസയൊന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. അവരിയ്ക്കുന്നിടത്തേക്ക് പോലും ആളുകൾ ചെല്ലുന്നില്ല. സ്നാനം കഴിഞ്ഞ് ആളുകൾ തിരിച്ച് പാലത്തിലൂടെ മടങ്ങുന്നുണ്ട്. അതേ അളവിൽ തന്നെ ആളുകൾ വന്ന് നിറയുന്നുണ്ട്. ആദിത്യനോടെ വന്നു കഴിഞ്ഞ ശേഷം ഏതോ ശക്തിയുള്ള ബാബയുടെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോവാം എന്നാണ് കർണാടകക്കാരൻ ഭയ്യ പറയുന്നത്. ഏറെ നേരത്തെ അലച്ചിലിന് ശേഷം ആദിത്യൻ വീണ്ടും ഞങ്ങളുടെ ടീമിൽ തന്നെ ജോയിൻ ചെയ്തു. ഭയ്യ പറഞ്ഞ സ്വാമിയെ കാണാനായിട്ട് നടപ്പ് തുടങ്ങി. പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി അമൃത് കടഞ്ഞെടുത്തപ്പോ തുള്ളിയായിട്ട് ഇറ്റ് വീണ 4 സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. ജ്യോതിഷപ്രകാരം സൂര്യനും ചന്ദ്രനും വ്യാഴവും നേർരേഖയിൽ വരുന്ന സമയത്താണ് കുംഭമേള നടക്കപ്പെടുന്നത്. ശരിക്കും കുംഭമേളയുടെ ശില്പി എന്നൊക്കെ പറയുന്നത് ശങ്കരാചാര്യരാണ്. എന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു മേള സംഘടിപ്പിച്ചതും വർഷങ്ങൾക്ക് ശേഷവും ഇത് ഇത്ര വലിയ വിജയമായിട്ട് നടക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ അഭിമാനം തോന്നി. ഭയ്യ പറഞ്ഞ ബാബയുടെ ആശ്രമം തപ്പി തേരാപ്പാര നടപ്പായിരുന്നു. വെയിലിന്റെ ശക്തി കൂടി വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ക്ഷീണവും കൂടി തുടങ്ങി. ഇന്നലെ ഞാൻ മാത്രമാണ് 2 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുള്ളൂ. ബാക്കി ആരും തന്നെ വലിയ കാര്യമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും കഴിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അത്രമാത്രം തിരക്കാണ് എല്ലായിടത്തും. വെയിലും കൂടി ആയപ്പോൾ എവിടെയെങ്കിലും ഒരു തണലിന്റെ കീഴിൽ ഇരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ ഒരു ഇരിപ്പിടം കിട്ടിയില്ല. അവസാനം ആരോ ഫ്ലെക്സുകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലികമായിട്ടുള്ളൊരു മാടം, അതിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾ 5 പേരും കൈക്കലാക്കി. ക്ഷീണമൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങള് പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊന്നും വേണ്ട രീതിയിൽ ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന വേഗതയിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഷെൽട്ടർ അത്യാവശ്യം നല്ല ലക്ഷറിയാന്ന് മനസ്സിലായത് ഈ പാവ മനുഷ്യരെ കണ്ടപ്പോഴാണ്. അവര് റോട്ടിൽ വെറും മണലിലാണ് ഇരിക്കുന്നത്. വെയില് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. ആരും കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. കണ്ണിൽ തുളച്ചു കയറുന്ന വെളിച്ചാണ്. കച്ചവടക്കാർക്കിടയിൽ ഭിക്ഷാപാത്രങ്ങളുമായിട്ട് കുട്ടികളുടെ വലിയൊരു സംഘം ഇരിക്കുന്നുണ്ട്. കുംഭമേളയ്ക്ക് ശേഷം ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഇവര് സ്കൂളിൽ പഠിക്കുന്നുണ്ടാവില്ല. വിശന്ന് മരിക്കാതിരിക്കാനായിട്ട് അന്നന്നത്തെ അന്നം ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഏക ജീവിത ലക്ഷ്യം. ശരിക്കും നമ്മളൊക്കെ എത്ര മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഇവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രുദ്രാക്ഷവും കസ്തൂരിയും പലതരത്തിലുള്ള ചെടികളും കച്ചവടത്തിനായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ള കച്ചവടക്കാർ തിരക്കുള്ളതിന്റെ നടുക്ക് തന്നെ പോയിട്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലുണ്ട്. ഓരോരുത്തരെയായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുകയും ചെയ്യും. നടന്ന് വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണോ എത്തുന്നതെന്ന് സംശയിച്ചു പോകുന്നു. ചില സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റോഡിലെ ഒട്ടുമിക്ക പോസ്റ്റുകളിലും വലിയ സ്വാമിമാരുടെയോ ആശ്രമങ്ങളുടെയോ ഒക്കെ ഫ്ലെക്സ് പതിപ്പിച്ചിട്ടുണ്ട്. ചില ഫോട്ടോയിൽ കണ്ണ് തുറന്നിട്ടാണ് സ്വാമിജി ഇരിക്കുന്നത്. എന്നാൽ ചില ഫോട്ടോകളിൽ സ്വാമിജി കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. കാഴ്ചകളെല്ലാം തന്നെ ഏറെക്കുറെ സമാനാണ്. മുഖങ്ങളും രൂപങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. ശരിക്കും കുംഭമേള ഇങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ, ഞാനിവിടെ യാത്ര ചെയ്ത് എത്തിയിരുന്നില്ലെങ്കിൽ എനിക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള മനുഷ്യരെയൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. ശരിക്കും നമ്മുടെ കുട്ടികൾ ഈ കാഴ്ചകളൊക്കെ ഉറപ്പായിട്ട് കണ്ടിരിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ അതേ പ്രായമുള്ള, അതേ വികാരങ്ങളുള്ള, അതേ മനസ്സുള്ള
മറ്റൊരു കുട്ടി ഇത്തരത്തിൽ ഒരുപാട് സഹിക്കുന്നുണ്ട് ജീവിക്കാനെന്ന്. കുംഭമേള സർക്കാരിന് നൽകിയിരിക്കുന്ന സാമ്പത്തിക നേട്ടം ചെറിയൊരു തുകയല്ല. അത് ബുദ്ധിപരമായി ഈ കുട്ടികളുടെ പഠനത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കാൻ സാധ്യമാകട്ടെ. തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളിപ്പോ വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് ചെന്ന് കയറാൻ പോകുന്നത്. ഈ തിരക്കിനിടയിൽ നിന്ന് ഭയ്യ പറഞ്ഞ സ്വാമിയുടെ ആശ്രമം കണ്ടെത്തുന്നതൊന്നും നടപടിയുള്ള കാര്യമല്ല. ആദ്യത്തിന്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. അവന് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഈ ലോകം വളരെ ചെറുതാണ്. നമ്മൾ ഇനിയും എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടുമുട്ടും. കുംഭമേള നഗരിയിൽ എൻ്റെ വഴികാട്ടിയായിരുന്ന സുഹൃത്തിനോട് ഞാൻ യാത്ര പറഞ്ഞു. പുറത്തേക്കുള്ള വഴി ലക്ഷ്യമാക്കി ഞങ്ങൾ ആൾക്കൂട്ടത്തിന്റെ ഒപ്പം തന്നെ ഒഴുകി നീങ്ങി. ആ കാണുന്നതാണ് അക്ബർ പണിത പ്രയാഗ്രാജിലെ പ്രശസ്തമായ കോട്ട. കോട്ടയ്ക്ക് സമീപത്തായിട്ടാണ് ഹനുമാൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം തിക്കി തിരക്കിയാണ് പോകുന്നത്. കോട്ടയ്ക്ക് മുകളിൽ വലിയൊരു ഇന്ത്യൻ പതാക സ്ഥാപിച്ചിട്ടുണ്ട്. അതിങ്ങനെ കാറ്റിൽ പാറി പാറി കളിക്കുകയാണ്. വഴിയിൽ ചെറിയൊരു വളവുണ്ട്. അതുകൊണ്ട് കുപ്പിക്കഴുത്ത് പോലെ ആളുകൾ വളരെ തിങ്ങി ഞെരുങ്ങിയാണ് പുറത്തേക്ക് കിടക്കുന്നത്. ദൃശ്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ചിത്രീകരിക്കാനൊന്നും പറ്റിയില്ല. കൈ പൊങ്ങിയെങ്കിലല്ലേ ക്യാമറ പിടിക്കാൻ പറ്റുള്ളൂ. അത്രമാത്രം തിരക്കായിരുന്നു. 10-15 മിനിറ്റ് വളരെ തിരക്കുള്ളൊരു ക്യൂവില് ഇടുങ്ങി തിങ്ങി ഞെരുങ്ങി പുറത്തു വന്ന ശേഷം എനിക്ക് മൊത്തത്തിൽ ഒരു തല ഇറങ്ങുന്ന പോലെയോ ഹാലൂസിനേഷൻ പോലെയോ എന്തൊക്കെ തോന്നി. ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. എൻ്റെ കൂടെയുള്ളവരും അത്യാവശ്യം നല്ലോണം തന്നെ ക്ഷീണിതരാണ്. വലിയ വലിയ ഭാണ്ഡക്കെട്ടുകളിൽ ആളുകൾ തലച്ചുമടായിട്ടാണ് ആളുകൾ പുറത്തേക്ക് നടക്കുന്നത്. ഇത്രയും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കിടക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു. വേറെ ഒന്നും കാണാനില്ല. ചുറ്റും തലകൾ മാത്രം, ആളുകൾ മാത്രം. ആളുകളെ കൊണ്ട് നമ്മളെ അങ്ങ് പൊതിഞ്ഞേക്കുവാണ്. അങ്ങനെ ഒരു വിധത്തില് ടാറിട്ട റൂട്ടിലെത്തി. ഞാനിപ്പോൾ ഒരു കയറ്റത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ദൂരെ വരെയുള്ള വിഷ്വൽസ് എനിക്ക് കാണാം. ഇത്രയും വലിയ തിരക്കിനിടയിലും ട്രിപ്പിള് വെച്ച് ബൈക്ക് ഓടിക്കുന്ന ആ ചേട്ടനെ ഞാൻ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങ് ദൂരത്തുനിന്ന് എന്തോ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നിന്ന് നോക്കി. ഒരു രഥമാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ രഥം വേണ്ട രീതിയിൽ മുമ്പോട്ടേക്ക് നീങ്ങുന്നില്ല. കുതിരയാണോ അതോ മോട്ടറാണോ എന്ന് എനിക്കിപ്പോഴും കാഴ്ചയിൽ വ്യക്തമായിട്ടില്ല. അതെ, കുതിര തന്നെ. 2 വെളുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു രഥമാണ് മുന്നോട്ടേക്ക് വരുന്നത്. കുതിര ആളുകളെ കണ്ട് പേടിച്ച് സ്റ്റക്കായി നിന്നുപോയതാണെന്ന് തോന്നുന്നു. വണ്ടി അനക്കമില്ല. കുതിരയുടെ മാസ്റ്റർ കടിഞ്ഞാണി പിടിച്ച് വലിച്ച് ബലം പ്രയോഗിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട്. കൃത്യം എൻ്റെ മുമ്പിലെത്തിയതും കുതിര പണി മുടക്കി അവിടെ നിന്നു. ഇതിനിടയിൽ 2 പെൺകുട്ടികൾ വന്ന് ചോദിക്കുന്നുണ്ട് മാസ്റ്ററോട്, 2 മിനിറ്റ് ഒന്ന് നിൽക്കണം, ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന്. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ കുതിരകളെ കൊണ്ട് പുറത്തെടുക്കാന്നുള്ള അങ്കലാപ്പിലാണ് ആ മനുഷ്യൻ. കുതിര പിണങ്ങി അവിടെ തന്നെ നിപ്പ് തുടർന്നു. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ നടത്തം തുടർന്നു. ഇനി 8 കിലോമീറ്റർ ഉണ്ട് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ശരീരം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാത്തതിൻ്റെയും ഉറങ്ങാത്തതിൻ്റെയും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ഫോണും പവർ ബാങ്കും ഏത് നിമിഷം വേണേലും ചാർജ് തീരാം. കർണാടകക്കാരൻ ഭയ്യോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ 3 പേര് മുന്നോട്ടേക്ക് നടന്നു. ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കാണാത്തതുകൊണ്ട് ഞാനും ജിഷ്ണും തറയിൽ തന്നെ അങ്ങിരുന്നു. ഞങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചേച്ചിമാരും ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നിരുന്നു. ഓരോ ആർച്ച് കഴിയുമ്പോഴും വിചാരിക്കും പുറത്തെത്തി, മെയിൻ റോഡായെന്ന്. പക്ഷെ അതൊരു പുതിയ റോഡിന്റെ തുടക്കം മാത്രമായിരിക്കും. നടത്തത്തിന് ഒട്ടും വേഗത കിട്ടുന്നില്ല. ആളുകളാണെങ്കിൽ കൂട്ടം കൂട്ടമായിട്ട് വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുറെ അധികം സമയം ആളുകളെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം തോന്നി. എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഇന്നലെ രാത്രി റോഡ് സൈഡിൽ അന്നദാനമായിട്ട് കിട്ടിയ ജിലേബി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ലൈവായിട്ട് നല്ല ചൂടൻ ജിലേബി വിൽക്കുന്ന ഒരു കട കണ്ടു. ഒരു സെറ്റങ്ങ് വാങ്ങി. നല്ല മുരുമുരാന്നിരിക്കുന്ന ജിലേബി, ചൂടൻ ജിലേബി. പാവം അവിടെ ഒരു പയ്യൻ ഞങ്ങൾ ജിലേബി കഴിക്കുന്നത് നോക്കി നിന്നപ്പോൾ ഒരെണ്ണം എടുത്തോ എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ ഒരെണ്ണം നീട്ടിയതാ. അവൻ ആ പ്ലേറ്റോടെ എടുത്തു. ആരല്ല, പാവം പിള്ളേരല്ലേ. അവിടെ വേറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരുടെ ഒപ്പം അവൻ ചെന്ന് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ. നല്ല ക്യൂ ഉണ്ടായിരുന്നു ഹോട്ടലിന് മുമ്പിൽ. അതുകൊണ്ട് പിന്നീട് വാങ്ങാൻ നിന്നില്ല. ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. ആ സമയത്താണ് ആ പയ്യനെ വീണ്ടും ഞാനൊന്ന് നോക്കിയത്. അവൻ ആ വേസ്റ്റ് കൂനയുടെ അടുത്തിരുന്ന് ജിലേബി കഴിക്കുകയാണ്. പിള്ളേരെന്തായാലും ആസ്വദിച്ച് തന്നെ ജിലേബി കഴിക്കുന്നുണ്ട്. നന്നായി. അപ്പം തന്നെ ആ ജിലേബിയുടെ പാത്രം ആ പയ്യൻ വലിച്ചെറിഞ്ഞു. അതിൽ 2 ജിലേബി ഉണ്ടായിരുന്നു. ത്രിവേണി സംഗമത്തിലേക്കുള്ള പ്രധാന പാതയിലൂടെയാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്നത്. റോഡിന് ഇരുവശവും കടകളാണ്. കടകളിലേക്കൊന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല.
കുറച്ച് വീഡിയോ എടുക്കുന്നു, മുന്നോട്ടേക്ക് നടക്കുന്നു. എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഇനി 8 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് 2 ദിവസമായിട്ട് കഴിച്ചുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ 3 പേരുടെ വയറും പ്രശ്നമായി തുടങ്ങി. അപ്പുറത്തെ നിരയിലൂടെയും ആളുകൾ കടന്നു പോകുന്നുണ്ട്. ഗംഗയും യമുനയും ചേർന്നൊഴുകുമ്പോൾ 2 നദിക്കും 2 വേഗതയും നിറവാണ്. അതുപോലെയാണ് അപ്പുറത്തെ വരിയും. അവരുടെ വേഗത മറ്റൊന്നാണ്. ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വയറിനെ ശാന്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്. എത്ര ദൂരം നടക്കേണ്ടി വരുമെന്നോ എവിടം വരെ നടക്കേണ്ടി വരുമെന്നോ ഒന്നും ഒരു ധാരണയില്ല. മുന്നോട്ടേക്ക് തന്നെ നടക്കുക. എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ പറ്റൂ. പിറകോട്ടേക്ക് തിരിഞ്ഞു നോക്കി. ജിഷ്ണുവിനെ കാണാനില്ല. ഇവനിതെവിടെ പോയി? മാല വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്നതാണ്. ഞാൻ ക്യാമറ എടുത്ത് ഒന്ന് തിരിഞ്ഞതും എന്നെ ഒരാൾ വന്ന് കൈ പിടിച്ചു. ഇങ്ങോട്ടേക്ക് വാ, ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്യാം എന്ന് പറഞ്ഞ് അയാൾ എന്നെ മുമ്പോട്ടേക്ക് നയിച്ചു. ഇംഗ്ലീഷിലൊക്കെയാണ് കാര്യം പറയുന്നത്. ഞാൻ ജിഷ്ണുവിനെയും പ്രണവിനെയും കൂട്ടി വാ, എന്തായാലും പോയി നോക്കാം. ഇൻസ്റ്റഗ്രാമർ ആണോ എന്നുള്ള ചോദ്യത്തിന് അതെ എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. വളരെ മികച്ച ആതിഥ്യ മര്യാദയോടുകൂടി ഈ ചെറുപ്പക്കാരൻ ഞങ്ങളോട് കൂടെ വരാൻ പറഞ്ഞു.